പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയടഞ്ഞ സംഭവത്തിൽ മലപ്പുറം ജില്ലാ കളക്ടറോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടി. പരിപാടിക്ക് അനുമതി നൽകിയതടക്കം വിശദീകരിക്കണം. തിങ്കളാഴ്ച കളക്ടർ റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയടഞ്ഞ സംഭവത്തിലാണ് ഹൈക്കോടതി മലപ്പുറം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. പരിപാടിക്ക് അനുമതി കൊടുത്തതും ആനയടഞ്ഞ സംഭവമടക്കമുള്ള വിശദാംശങ്ങൾ റിപ്പോർട്ടായി സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ആനയെഴുന്നള്ളത്തിലെ അകലം സംബന്ധിച്ച മാർഗനിർദ്ദേശത്തിൽ സർക്കാർ മറുപടിയും അറിയിക്കണം. തിങ്കളാഴ്ച വിഷയം പരിഗണിക്കുന്ന വേളയിലാണ് കളക്ടറും സർക്കാരും മറുപടി നൽകേണ്ടത്. ആനയടഞ്ഞ സമയത്ത് കൊച്ചുകുഞ്ഞടക്കം സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് ഹൈക്കോടതി വിലയിരുത്തി. അതേസമയം സർക്കാർ അതോറിറ്റികൾ കോടതി നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുവെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. അതിനിടെ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ മാർഗനിർദ്ദേശം ലംഘിച്ച് ആനയെഴുന്നള്ളത്ത് നടത്തിയതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസ് പരിഗണിക്കവേ ദേവസ്വം ഓഫീസറെ ഹൈക്കോടതി വീണ്ടും വിമർശിച്ചു. കോടതി ഉത്തരവ് ലംഘിക്കുന്നതിൽ പൊന്നാടയൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നായിരുന്നു വിമർശനം. വാങ്ങിക്കുമ്പോൾ നിരസിക്കുന്നില്ലല്ലോ, സന്തോഷത്തോടെയാണല്ലോ പൊന്നാട വാങ്ങിയതെന്നും കാണിച്ചു തരാമെന്നും ദേവസ്വം ഓഫീസറോടായി കോടതി മുന്നറിയിപ്പ് സ്വരത്തിൽ പറഞ്ഞു. പൗരന്മാർ നിയമത്തോട് ബഹുമാനം കാട്ടണം. കോമഡി ഷോയല്ല കോടതിയിൽ നടക്കുന്നത്. 10 പേർ ചുറ്റും നിന്ന് കൈയടിക്കുന്നത് കോടതിയെ അവഹേളിക്കാനാണെന്നും ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു. ജനം, കൊച്ചി.